നാരീശക്തിയിൽ വീണ്ടും ചരിത്ര നേട്ടവുമായി ഭാരതം. ഭൂമിയെ വലം വെച്ച് ഭാരതത്തിന്റെ വനിതാ സംയുക്ത സേനാ നാവിക സംഘം മടങ്ങിയെത്തി. 3 സേനാ വിഭാഗങ്ങളിലെയും വനിതകൾ ഉൾപ്പെട്ട നാവിക പരിവേഷണ സംഘം സമുദ്ര പ്രദക്ഷിണ 314 ദിവസം കൊണ്ട് 25,500 നോട്ടിക്കൽ മൈൽ ദൂരമാണ് സഞ്ചരിച്ചത്. സംഘാംഗങ്ങളെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആദരിച്ചു. 4 സമുദ്രങ്ങളിലായി കേപ്പ് ഹോണും ഗുഡ് ഹോപ്പ് മുനമ്പും ഉൾപ്പെടെ 25,000-ലേറെ നോട്ടിക്കൽ മൈൽ ദൂരമാണ് സംഘം സഞ്ചരിച്ചത്. ഇന്ത്യൻ ആർമി, നാവികസേന, വ്യോമസേന എന്നിവയിലെ 9 വനിതാ ഉദ്യോഗസ്ഥരാണ് വൻ വിജയമായ പര്യവേഷണത്തിന്റെ ഭാഗമായത്. വനിതകളുടെ ധൈര്യത്തെയും ദൃഢനിശ്ചയത്തെയും പ്രതിരോധ മന്ത്രി പ്രശംസിച്ചു. സംയുക്ത സേനാ വിഭാഗങ്ങളുടെ തിളക്കമാർന്ന മാതൃകയെന്നാണ് പ്രതിരോധ മന്ത്രി പര്യവേഷണത്തെ വിശേഷിപ്പിച്ചത്. നമ്മൾ ഒന്നിച്ച് മുന്നോട്ടു പോയാൽ ഒരു ചക്രവാളവും കീഴടക്കാൻ കഴിയാത്തത്ര വിശാലമല്ല എന്ന പര്യവേഷണം തെളിയിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. लेकिन आपने जो आत्मविश्वास और कैपेबिलिटी दिखाई है, फिर उसके लिए कोई एक शब्द का प्रयोग करना हो तो मैं कह सकता हूं कि वो अपने में इनक्रेडिबल है। और मैं आज खुले मन से पूरे राष्ट्र की ओर से आप सबकी प्रशंसा करता हूं। उन्होंने ये कामयाबी हासिल की है और आपने ये सिद्ध किया है कि जब हम सब एक साथ चलेंगे तो कोई भी क्षितिज, कोई भी आसमान, ये सब हमारे लिए छोटे पड़ जाएंगे। उन्होंने अपनी छोटी बेटियों को इस कठिन अभियान पर भेजने का साहस दिलाया, इसलिए वे भी बधाई के पात्र हैं। और इन्हीं शब्दों के साथ मैं फिर से एक बार आप सबको अपनी शुभकामनाएं। 2026 ജൂലൈ 22-ന് മുംബൈയിലാണ് രാജ്നാഥ് സിംഗ് IASV ത്രിവേണിയുടെ യാത്ര ഫ്ളാഗിന് ചെയ്തത്. 2025 സെപ്റ്റംബർ 11-ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ രാജ്നാഥ് സിംഗ് തന്നെയാണ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതും. സൂക്ഷ്മമായ ആസൂത്രണം, തീവ്ര പരിശീലനം, നിരവധി സംഘടനകളുടെയും ഏജൻസികളുടെയും പിന്തുണ എന്നിവയാണ് ദൗത്യവിജയം സാധ്യമാക്കിയത്. 9 മാസം നീണ്ടുനിന്ന യാത്രയിൽ സംഘം ഭൂമധ്യരേഖ 2 തവണ കടന്ന് 3 വലിയ മുനമ്പുകൾ ചുറ്റി സഞ്ചരിച്ചു. എല്ലാ പ്രധാന സമുദ്രങ്ങളും ഉൾപ്പെടെ ഏറ്റവും അപകടകരമായ ജലാശയങ്ങളിലൂടെയുമായിരുന്നു പര്യവേഷണം നടന്നത്. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടായിരുന്നു പര്യവേഷണം. ആത്മനിർഭർ ഭാരത് ദർശനത്തിന്റെ ആഘോഷമാണ് ഈ ചരിത്ര നേട്ടം. ന്യൂസ് ഡെസ്ക് ജനം.